CCTV ഒക്കെ വീട്ടിലുണ്ടാ, ഒരെണ്ണം മേടിച്ചു നോക്കണം കേട്ടാ. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയില്ല, അവരുടെ സന്തോഷം ഒന്ന് കാണണം നമ്മ പുറത്തു പോകുമ്പോ. പ്രിയമുള്ളവരെ, അത് നിങ്ങൾ കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ലെന്നേ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, അയ്യോ എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കണത്. അപ്പൊ നമുക്ക് മരിക്കാൻ കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പോ മരിക്കാൻ പേടി എന്താണ്? ദൈവമേ അവരിത് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മരിച്ചു കഴിയുമ്പോൾ പിറ്റേന്ന് ദിവസം ആണെങ്കിൽ നമ്മൾ കറക്റ്റ് CCTV ആണ് നമുക്ക് കിട്ടും. പക്ഷെ തിരിച്ചു വരാൻ പറ്റൂല. CCTVയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാം. മറ്റേ മരണം കഴിഞ്ഞ ഉടനെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ വീട്ടിലെ ജീവിത പങ്കാളിയൊക്കെ ദൈവമേ തലകുത്തി മറിയിടാൻ സങ്കടം വരെ. നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കരയായിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ലൈഫില് അതറിയാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരു CCTV വെച്ച് നോക്കെ സന്തോഷത്തോടെ മരിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇന്ന് അവിടെ ഭക്ഷണം മര്യാദ കഴിക്കില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ മക്കളോട് ചോദിക്കും, മക്കളെ ഭക്ഷണം ഒന്നിനും കൊള്ളില്ലായിരുന്നു അമ്മ ചെയ്യുന്ന പറയും. എവിടെ ഉടുക്കത്തെന്നോടെയാണ് പറയണത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ് എന്ത് ഈ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ CCTV മേടിച്ച് വെച്ചേക്കട്ടെ വീട്ടുകാർ അറിയണ്ട എളുപ്പത്തിൽ. അപ്പൊ വീട്ടിന്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടാവും. എന്നാൽ മരണത്തെ പേടിയെന്ന് വെച്ചാൽ അയ്യോ അയാൾ എന്ത് ചെയ്യും, മക്കളാര് നോക്കുന്നൊക്കെ നമുക്ക് പേടി മരണത്തെ. പക്ഷെ അതൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ ഹാപ്പി ആയിട്ട് മരിക്കാം.